അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ജനറേറ്ററിനും ഉണ്ട് മോട്ടറിനും ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഓപ്പൺ സർക്യൂട്ട് ക്യാരയും ലോഡ് ക്യാരയും. ആ ലോഡ് ക്യാരേനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം, ഇൻറ്റേർണൽ ക്യാരയും എക്സ്റ്റേണൽ ക്യാരയും. ഓപ്പൺ സർക്യൂട്ട് ക്യാരി എന്ന് പറയുമ്പം നമ്മുടെ ആർമേച്ചർ സൈഡ് ഓപ്പൺ ആയിരിക്കും. ആർമേച്ചറിൽ ലോഡൊന്നും കണക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുക, സപ്ലൈ കൊടുക്കുകയാണ്. ഫീൽഡിൽ ഒരു ഡി സി സോഴ്സ് ഉപയോഗിച്ചിട്ട് ഫീൽഡ് എക്സൈറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ സെൽഫ് എക്സൈറ്റഡ് ആയിട്ടുള്ള, അതായത് ഷണ്ട്, സീരീസ്, കോമ്പൗണ്ടിൻ്റെ എല്ലാം ഒ സി സിയും അതേപോലെ ലോഡ് ക്യാരയും വരയ്ക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൻ്റെ ഓപ്പൺ സർക്യൂട്ട് ക്യാര പറയുകയാണെങ്കിൽ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഫീൽഡിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഡി സി സോഴ്സ് ഉപയോഗിച്ചിട്ട് സപ്ലൈ കൊടുക്കുന്നതിനെയാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫീൽഡിനൊരു ഡി സി സോഴ്സ് ഉപയോഗിച്ചിട്ട് സപ്ലൈ കൊടുക്കും. അതിനെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു റിയോസ്റ്റേറ്റ് അവിടെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫീൽഡിലോട്ട് വരുന്ന കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഫീൽഡ് കറണ്ട് കൂടുന്നതനുസരിച്ച് ഇത് നല്ലൊരു മാഗ്നറ്റ് ആവും. ആ മാഗ്നറ്റിൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് ഇതിനകത്തൂടെയുള്ള ഫ്ലക്സ് ലൈൻസിൻ്റെ എണ്ണം കൂടും. അങ്ങനെ ആർമേച്ചർ അതിനെ കട്ട് ചെയ്യും. അങ്ങനെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാര വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇതിലൂടെയുള്ള ഫീൽഡിലൂടെയുള്ള കറണ്ട് നമ്മൾ എക്സ് ആക്സിസിലെടുക്കും, ഫീൽഡ് കറണ്ട്. ഔട്ട്പുട്ടായിട്ടുള്ള വോൾട്ടേജ് വൈ ആക്സിസിലെടുക്കും. അപ്പം ഗ്രാഫ് ഇതാ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സെൽഫ് എക്സൈറ്റഡിൻ്റെ ഈ ഓപ്പൺ സർക്യൂട്ട് ക്യാര എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കുക. നമ്മൾ സെയിം അതുപോലെ തന്നെയാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിരുന്നു, അല്ലേ? അപ്പോൾ ഫീൽഡിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ഡി സി സോഴ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു സപ്ലൈ കൊടുത്തിരുന്നത്. ഇവിടെ ഇപ്പം എന്താണ്, സെൽഫ് എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഫീൽഡും ആർമേച്ചറും കണക്റ്റഡ് ആണ്, അല്ലേ? ഇവിടെ ഒരു കപ്പിൾ ചെയ്തിട്ടുണ്ട്, ഒരു മോട്ടർ ജനറേറ്റർ സെറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ജനറേറ്ററിൻ്റെ ആർമേച്ചറിനെ കറക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഈ പറഞ്ഞ ഫീൽഡ് കറണ്ട് ഇതും സെയിം അതുപോലെ തന്നെയാണ്. ഫീൽഡ് കറണ്ട് കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടിക്കൂടി വരും. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാരക്കകത്ത് ഓൾറെഡി എന്താണ് സ്റ്റാർട്ടിങ്ങിലൊരു ചെറിയ വോൾട്ടേജ് കാണിക്കും. അതിനെ റെസിഡ്യുവൽ വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, ഇപ്പം വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ്സ് പറയാൻ നേരത്ത് പറഞ്ഞതാണിത്. ആ സെയിം ആ ക്യാര വരച്ചാൽ മതി. ഇനി ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പം ലോഡ് ചെയ്യുമ്പോൾ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ആർമേച്ചറിനകത്ത് ലോഡ് കണക്റ്റഡ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ആ ലോഡിനകത്തൂടെ, അതായത് ആർമേച്ചറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ഐ എ എന്നാണ് പറയുക. അപ്പോൾ ഐ എ വേഴ്സസ് E0 ആണെങ്കിൽ അതിനെ ഇൻറ്റേർണൽ ക്യാരി എന്ന് പറയും. ഇനി അതല്ല, ഐ എ വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് ആണെങ്കിൽ അത് എക്സ്റ്റേർണൽ ക്യാരി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ക്യാരിക്കകത്ത് നമ്മൾ ഒരു ഡ്രോപ്പ്, നമുക്കറിയാം ജനറേറ്റ് ചെയ്യുന്ന മുഴുവൻ വോൾട്ടേജും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടില്ല, അല്ലേ? അപ്പോൾ ഇൻറ്റേർണലി അവിടെ ഒരു ആർമേച്ചർ റിയാക്ഷൻ കാരണം ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് ഉണ്ടാവും. ആ ഡ്രോപ്പിനെ കാണിക്കുന്ന ക്യാരയാണ് ഇൻറ്റേർണൽ ക്യാര. എക്സ്റ്റേർണൽ ക്യാര ആകുമ്പം എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പിൻ്റെ കൂടെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഡ്രോപ്പ്, ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും, കുറച്ചും കൂടി ഗ്രാഫ് താഴോട്ട് വരും. ഓക്കെ, അതാണ് എക്സ്റ്റേർണൽ ക്യാര. അപ്പോൾ ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൻ്റെ ഇൻറ്റേർണൽ ക്യാരയും എക്സ്റ്റേർണൽ ക്യാരയും. സെൽഫ് എക്സൈറ്റഡ് പറയുമ്പം സെൽഫ് എക്സൈറ്റഡിൽ ആദ്യം വരുന്നത് ഷണ്ട് ജനറേറ്റർ കേട്ടോ. അപ്പം ഷണ്ട് ജനറേറ്ററിൽ എന്താണ് ഈ പറഞ്ഞ ആ രണ്ട് സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൻ്റെയും ഈ ഷണ്ട് ജനറേറ്ററിൻ്റെയും ക്യാര രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് വരച്ചിരിക്കുന്നത്, ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ക്യാര രണ്ടും ഒരുമിച്ച് വരച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, എക്സ് ആക്സിസിൽ നമ്മൾ ആർമേച്ചർ കറണ്ടും വൈ ആക്സിസിൽ ജനറേറ്റഡ് EMF ആണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ലോസ് എന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പും രണ്ടാമത്തെ ലോസ് എന്ന് പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടം വരെ ഉള്ളതിനെ ഇൻറ്റേർണൽ ക്യാരി എന്ന് പറയും. അടുത്ത ഈ താഴത്തെ വരേനെ നമ്മൾ എക്സ്റ്റേർണൽ ക്യാരി എന്ന് പറയും. ഇനി ലോഡ് ക്യാരി ഓഫ് സീരീസ് ജനറേറ്റർ എന്ന് പറയുന്നത് സെയിം EMFഉം ആർമേച്ചർ കറണ്ടും തമ്മിലാണ് വരയ്ക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ബൂസ്റ്റിംഗ് ക്യാരയാണ് കേട്ടോ. ലോഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വോൾട്ടേജിൻ്റെ ലോഡ് കറണ്ട് കൂടുന്നതനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്ന EMFൻ്റെ അളവ് കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. മുകളിൽ വരയ്ക്കുന്ന ഇൻറ്റേർണൽ ക്യാരിയും താഴെ വരച്ചിരിക്കുന്നത് എക്സ്റ്റേർണൽ ക്യാരിയാണ്. കോമ്പൗണ്ട് ജനറേറ്റർ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ആർമേച്ചർ
വോൾട്ടേജും തമ്മിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇൻറ്റേർണൽ ക്യാരി എക്സ്റ്റേണൽ ക്യാരി ആയിട്ടല്ല ഇവിടെ പറയുക. ഇതിനെ കോമ്പൗണ്ട് ജനറേറ്ററിനെ നമുക്ക് മെയിനായിട്ട് 3 തിരിക്കാം: അണ്ടർ കോമ്പൗണ്ട്, ഓവർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട്. അപ്പം വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്ന വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജിന് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ ഫ്ലാറ്റ് കോമ്പൗണ്ട്. ഇനി അതിൽ കൂടുതലാണ് ബിൽഡപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ അതിനെ ഓവർ കോമ്പൗണ്ട് എന്ന് പറയും. ഇനി അതിലും താഴെയാണ്, റേറ്റഡ് വോൾട്ടേജിന് താഴെയാണ് ബിൽഡപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ അതിനെ അണ്ടർ കോമ്പൗണ്ട് എന്നും പറയും. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജനറേറ്റർ.